ഐഎസ്എല്ലിൽ ഇന്ന് നടന്ന ആദ്യത്തെ മത്സരത്തിൽ ശക്തരായ ബംഗളൂരു എഫ്സിയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സമനിലയിൽ കുരുക്കി. 1-1 എന്ന സ്കോറിനായിരുന്നു ഈ മത്സരം പിരിഞ്ഞത്. ബംഗളൂരുവിൽ വെച്ചാണ് ഈ മത്സരം നടന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിന് ഈ ഒരു മത്സരം നേട്ടമാണെന്ന് തന്നെ നമുക്ക് പറയാം. മത്സരത്തിന്റെ 19ാമത്തെ മിനിറ്റിൽ ബ്രയാൻ സാഞ്ചസ് ആണ് ബംഗളൂരുവിന് വേണ്ടി ആദ്യത്തെ ഗോൾ നേടുന്നത്. ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു ഷോട്ട് ഗോളിലേക്ക് കയറുകയായിരുന്നു. നിരവധി അവസരങ്ങളാണ് രണ്ട് ടീമുകൾക്കും ഈ മത്സരത്തിൽ ലഭിച്ചത്. ആക്രമണ ഫുട്ബോളാണ് ഇരു ടീമുകളും കളിച്ചതും. ഇതിന്റെ ഒരു ഷോട്ട് സന്തു സേവ് ചെയ്യുന്ന ഒരു കാഴ്ച ആദ്യ പകുതിയിൽ കണ്ടു. പിന്നീട് സബാക്കയുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങുന്ന കാഴ്ചയും കണ്ടു. രണ്ടാമത്തെ പകുതിയിലാണ് നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ വീഴുന്നത്. അതിനു മുമ്പ് അഷീറിന്റെ ഒരു കിഡിലൻ ഹെഡർ ഗുർപ്രീത് സിംഗ് സന്ധു സേവ് ചെയ്യുന്ന കണ്ടു. ജെയ്റോയുടെ ഒരു ഷോട്ട് ഗുർപ്രീത് ഒറ്റക്കൈ കൊണ്ട് സേവ് ചെയ്യുന്ന കാഴ്ച കണ്ടു. പിന്നീടാണ് നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ വരുന്നത്. ലാൽബിയാക്നിയ ആണ് 68ാമത്തെ മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യുന്നത്. അതിന് തൊട്ടു മുമ്പായിരുന്നു അദ്ദേഹം സബ്ബായിട്ട് കളത്തിലേക്ക് ഇറങ്ങിയത്. പിന്നീട് ബംഗളൂരുവിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടിപ്പോയി. ജിതിന്റെ ഒരു ഷോട്ട് സന്ധു രക്ഷപ്പെടുത്തി. റയാൻ വില്യംസിന്റെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിപ്പോയി. അങ്ങനെ രണ്ട് ടീമുകൾക്കും നിരവധി അവസരങ്ങളാണ് ഈ മത്സരത്തിൽ കിട്ടിയത്. ഇരു ടീമുകളുടെയും ഗോൾ കീപ്പർമാർ മികച്ച സേവുകളുമായി കളം നിറയുന്ന കാഴ്ചയും കണ്ടു. ഗുർപ്രീത് സിംഗ് സന്ധു ആണ് ഒന്നുകൂടെ മികച്ച പ്രകടനം പുറത്തെടുത്തത്. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ബംഗളൂരുവിന് തോൽവി നേരിടേണ്ടി വരുമായിരുന്നു. നോർത്ത് ഈസ്റ്റിന് വേണ്ടി മലയാളി താരം ജിതിൻ എംഎസ്ഒക്കെ എന്ന മികച്ച കളി തന്നെയാണ് പുറത്തെടുത്തത്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 1-1 എന്നായിരുന്നു സ്കോർ. 5 ഷോട്ടുകളാണ് ബംഗളൂരു അടിച്ചത്. 4 നോർത്ത് ഈസ്റ്റ് അടിച്ചു. ഓൺ ടാർഗറ്റിലേക്ക് ബംഗളൂരുവിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നപ്പോൾ 2 ഷോട്ടുകളാണ് നോർത്ത് ഈസ്റ്റിനുണ്ടായിരുന്നത്. 41% ബംഗളൂരിന്റെ ബോൾ പൊസിഷൻ, 59% നോർത്ത് ഈസ്റ്റിന്റെ ബോൾ പൊസിഷൻ.